സമുദായ ഐക്യത്തിലൂടെ തോമ മക്കളുടെ കരുത്ത് കാണിച്ചു കൊടുക്കണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ദുഃഖാനോടനുബന്ധിച്ച് പകലോമറ്റം മർക്കദിയാക്കോൻ നഗറിൽ നടന്ന നസ്രാണി സമുദായ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. സംഗമത്തിൽ 7 സമുദായങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ദുഃഖ്രാന തിരുനാളിനോട് അനുബന്ധിച്ചാണ് ജൂലൈ 2-ാം തീയതി പകലോമറ്റം ആർക്ക്ദിയക്കോൺ നഗറിൽ വെച്ച് നസ്രാണി സംഗമം നടത്തപ്പെട്ടത്. സമുദായ ഐക്യത്തിലൂടെ തോമാ മക്കളുടെ കരുത്ത് കാണിച്ചു കൊടുക്കണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെ പറഞ്ഞു. ചരിത്രമാകുന്ന അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നാം സമുദായത്തെക്കുറിച്ച് പറയുന്നതെന്നും പകലോമറ്റത്തെ ആർക്ക്ദിയക്കോൺ കബറിടങ്ങൾ ചരിത്രത്തിന്റെ അടിത്തറയാണ് സമ്മാനിക്കുന്നതെന്നും മാർ കല്ലറങ്ങാട്ട് ചൂണ്ടിക്കാട്ടി. ഒരു ദേശീയ ഐഡൻറ്റിറ്റി പുലർത്തിയവരായിരുന്നു. ഈ സഭയ്ക്ക് 1599 വരെ അതിൻ്റെ സർവശക്തിയും നമ്മൾ കണ്ടിരുന്നത് നസ്രാണിത്വം എന്ന് പറയുന്ന ആ തനിമയിലായിരുന്നു. അവിടെ ആരാധനക്രമമുണ്ട്, സുറിയാനി ഭാഷയുണ്ട്, സുറിയാനി പാട്ടുകളുണ്ട്. അതുതന്നെയാണ് ഈ സംഗമത്തിൻ്റെ സ്രോതസ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നസ്രാണി സഭകളെല്ലാം ഒന്നിച്ചുനിന്ന് കേരളത്തിൽ ഒരു നവോത്ഥാനത്തിന് സമയമായെന്ന് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. വിവിധ തരത്തിലുള്ള തിന്മകളും പ്രതിസന്ധികളും രാജ്യത്ത് പെരുകുകയാണ്. ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന നസ്രാണി മക്കൾ ഒന്നിച്ചു നിന്നാൽ പ്രശ്നത്തിന് പരിഹാരം എളുപ്പത്തിൽ സാധിക്കുമെന്ന് ബിഷപ്പ് പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഗമത്തിൽ പാരമ്പര്യ കലാരൂപങ്ങളുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി. പാരമ്പര്യമായ സുറിയാനി ഗീതങ്ങളും മറ്റും ഏറെ ആസ്വാദ്യകരമായിരുന്നു. നസ്രാണി സമൂഹത്തിന്റെ യഥാർത്ഥ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വിവിധ നസ്രാണി സമുദായങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി. നസ്രാണി സമൂഹത്തിന്റെ യഥാർത്ഥ പാരമ്പര്യം, അതിൻ്റെ സ്വത്വം, അത് വീണ്ടും പുനരാവിഷ്കരിക്കപ്പെട്ട് നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന ഉത്കടദാഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത് വിവിധങ്ങളായ എല്ലാ സഭാ സമൂഹങ്ങളും മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പൈതൃകം അതേപോലെ തന്നെ എടുത്തണിഞ്ഞുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ അന്തസ്സ് ഉയർത്തുവാൻ വേണ്ടി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. പലപ്പോഴും ചില സമുദായങ്ങൾ മറ്റു ചില സമുദായങ്ങളെ വേട്ടയാടപ്പെടുന്ന ഒരവസരം കണ്ടെത്താൻ സാധിച്ചു. അതിനേക്കാൾ ഉപരി എനിക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം അത് ഉപയോഗിക്കാനും പ്രവർത്തിപെടുത്താനുമായിട്ടുള്ള ചില വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. അപ്പോൾ ഇതൊന്നിക്കേണ്ട അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ടും ഒരു മതേതര രാജ്യത്ത് നിന്നുകൊണ്ട് മറ്റാർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ എൻ്റെ സമുദായത്തിൻ്റെ നസ്രാണി സമുദായത്തിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായി സ്വന്തമാക്കാനും അതിന് എല്ലാവരെയും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനുമുള്ള ഒരു മുന്നേറ്റമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുത്തത്. സുറിയാനി സഭകളുടെ ഒരു ഏകീകരണവും മാർത്തോമ നസ്രാണികളുടെ ആ കൂട്ടായ്മയും ഒത്തുചേർന്ന് ഒരു ഏക സഭ എന്നതിനുപരി ഒരു പ്ലാറ്റ്ഫോം അതിലേക്ക് പ്രവർത്തിക്കാനായിട്ട് വന്നതാണ്. ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഒരു കൂട്ടായ്മ, ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എല്ലാ മലങ്കര നസ്രാണികളുടെ ഉൾപ്പെടുന്ന ഒരു സഭകളുടെ സഭാ സീമകൾക്കതീതമായി ഒരു സംഗമം നടക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷകരമായിട്ടാണ് അറിഞ്ഞത്. എങ്കിൽ അതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് എൻ്റെ കൂടി കടമയാണ്. എൻ്റെ സമുദായത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരിക എന്നുള്ളത് എന്നിൽ നിക്ഷിപ്തമായ കടമയാണ്. അത് പൂർത്തീകരിക്കുക എന്നുകൂടി ഇത്തരത്തിൽ ആവശ്യമായ സംഗമത്തിന് വേണ്ട പിന്തുണയും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സുമാണ് എന്നെ വേദിയിലെത്തിച്ചത്. ഒറ്റ സഭയായിട്ട് കേരളത്തിലെ ക്രൈസ്തവർ പോകണം. കാരണം ഇന്നത്തെ തലമുറകൾ കുട്ടികളെല്ലാം കാനഡയിലും UK-യിലും എല്ലാം തൊഴിലിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹം ശോഷിച്ചുകൊണ്ടിരിക്കുക. കൂടുതലും ക്രൈസ്തവ കുട്ടികളാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, തൊഴിലന്വേഷിച്ച് പോകുന്നത്. അപ്പം ക്രൈസ്തവർ തീർച്ചയായിട്ടും ഒന്നായി ശക്തിയോടുകൂടി സംഘടിച്ച് മുന്നേറേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഈ സംരംഭം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലങ്കര നസ്രാണി അസോസിയേഷൻ, അതല്ലെങ്കിൽ സംഗമം. ഈ സംഗമത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടുള്ള നസ്രാണി ഐക്യം, 7 സഭകളുടെ ഐക്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് അത്യാവശ്യമായ രീതിയിൽ എല്ലാവരും ഒത്തൊരുമിച്ചെന്ന് പ്രവർത്തിച്ച് ഒരുമനപ്പെട്ടുവെന്ന് പ്രവർത്തിച്ച് നമ്മൾക്കെതിരെ വരുന്ന വിധ്വംസ ശക്തികൾക്കെതിരായിട്ട് പോരാടുവാൻ തക്ക രീതിയിൽ വിശ്വാസികളെ അണിനിരത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സംഗമത്തിൻ്റെ അതിപ്രധാനമായ ഉദ്ദേശം.
ഫാദർ സിറിൽ തോമസ് തയ്യലിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിന്നുമുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിയ സമ്മേളനം നടത്തപ്പെട്ടത്. നസ്രാണി എന്നുള്ളത് നമുക്ക് ഒരു ചർച്ച പോലും ചെയ്യേണ്ട, യുവാക്കൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നസ്രാണികളും ക്രൈസ്തവരും ഒക്കെ സംഘടിച്ച് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലഘട്ടം. നമ്മൾ പലതായിട്ട് നിൽക്കുന്നതിൻ്റെ നന്മകൾ ഒരുപക്ഷെ കാണുമായിരിക്കും, പക്ഷേ ഒന്നിച്ചു നിൽക്കുന്നതിന് അതിനേറെ മഹത്വം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നസ്രാണി മുന്നേറ്റത്തിന് നാന്ദി കുറിക്കാനായിട്ടുള്ള ഒരു യോഗമാണ് ഇത് സോഷ്യൽ മീഡിയകളിലൂടെയും സാധിക്കുന്നത് പോലെ നേരിട്ടുമൊക്കെ ആയിട്ടുള്ള സമുദായ ബോധമുള്ളവരുടെ കൂട്ടായ്മയാണ്. അപ്പം എന്താണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം? സമുദായ ബോധമുള്ളവർക്ക് ഒന്നിച്ചു നിൽക്കാനായിട്ടുള്ള, സംഘടിക്കാനായിട്ടുള്ള വേദികളില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രശ്നം. അതിനൊരു പക്ഷേ നമ്മൾ ഓരോ സഭയും അവരവരുടേതായ രീതിയിൽ സമുദായ ഐക്യത്തിനു വേണ്ടിയും ക്ഷേമത്തിനു വേണ്ടിയും പരിശ്രമിക്കുമ്പോഴും നമ്മുടെ സമുദായത്തിൻ്റെ സഭകളുടെയും മാത്രമല്ല, നമ്മുടെ സഭകളുടെ ക്രൈസ്തവ വിശ്വാസം എന്ന് നമുക്കറിയാമല്ലോ സാർവത്രിക രക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യവും സാർവത്രിക മാനത്തോടു കൂടിയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിനും സഭകൾക്കും പുറത്തുള്ളവർക്കും കൂടി ഉപകാരമാകുന്ന വിധത്തിലെ എന്തും നമ്മൾ ചെയ്യുള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെടുത്താലും, ആതുര സേവന മേഖലയെടുത്താലും, നമ്മുടെ കാരുണ്യ പ്രവർത്തികളെടുത്താലും, നമ്മുടെ ഏത് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളെടുത്താലും. പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ഡോക്ടർ ജോസഫ് മാലേപ്പറമ്പിലും വിവിധ സഭാപ്രതിനിധികളും സംഗമത്തിൽ സംസാരിച്ചു. ഷെക്കിന ന്യൂസ്, കോട്ടയം.